കലാമേളയ്ക്ക് ഇന്ന് സമാപനം. വേദിക്കൊപ്പം തിളങ്ങിയത് അടുക്കളയും. പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. കഴിഞ്ഞ 5 ദിനരാത്രങ്ങളായി പയ്യന്നൂരിനെ കലാസാന്ദ്രമാക്കിയ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഇന്ന് തിരശീല വീഴുന്നു. കലകളുടെ നൂപുരധ്വനികൾ ഒഴുകിയ 15ഓളം വേദികളിൽ വിവിധ കലകളുടെ ചടുലതാളം മാറി മാറി വരുമ്പോൾ രുചിയുടെ പയ്യന്നൂർ പെരുമ വിളിച്ചോതി മനവും വയറും നിറക്കാൻ ഭക്ഷണശാലയും മത്സരിക്കുകയായിരുന്നു. 5000-ലധികം പേർക്ക് ദിവസവും 3 നേരങ്ങളിലായി പയ്യന്നൂരിൻ്റെ രുചിപ്പെരുമ വിളിച്ചറിയിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണമാണ് പ്രശസ്ത പാചക വിദഗ്ധൻ അന്നൂരിലെ KU ദാമോദര പൊതുവാളുടെ നേതൃത്വത്തിൽ ഒരുക്കി നൽകിയത്. അനവധി കലാമേളകൾക്കും കളിയാട്ടങ്ങൾക്കും കല്യാണങ്ങൾക്കും രുചിപ്പെരുമ വിളമ്പി അവാർഡുകളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ് ദാമോദര പൊതുവാളുടേത്. കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിൻ്റെ 5ാം ദിവസമാണ് ഇന്ന്. ഈ 5 ദിവസവും ഭക്ഷണം വളരെ ഭംഗിയായി കൊടുക്കാൻ വേണ്ടി സാധിച്ചു. മാത്രമല്ല ഒരു പരാതിയും ഭക്ഷണത്തെ സംബന്ധിച്ചിട്ടുണ്ടായില്ല. ഏറ്റവും നല്ല വിജയകരമായിട്ട് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും അധികം മനസ്സംതൃപ്തി നൽകുന്നു. ഏതായാലും ഇന്നത്തെ ഒരു ദിവസവും കൂടെ വളരെ ഗംഭീരമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ദിവസവും വ്യത്യസ്തമായ പായസങ്ങളാണ് ഇതുവരെ കൊടുത്തുള്ളത്. ഇന്നലെ അടപ്രഥം കൊടുത്തു, മിനിയാന്ന് പരിപ്രഥം കൊടുത്തു, അതിന് തലേന്ന് പാൽപ്പായസം കൊടുത്തു, ആദ്യത്തെ ദിവസം അരിപ്പായസം കൊടുത്തു. ആ രീതിയിൽ എല്ലാ ദിവസവും ഭക്ഷണത്തോടുകൂടെ പായസത്തോടുകൂടിയ ഭക്ഷണമാണ് വിതരണം ചെയ്തത്. എവിടെ ഒരു പരാതിയും ഭക്ഷണം സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതന്നെ ഏറ്റവും നല്ല വിജയമായിട്ട് ഞാൻ കരുതുന്നു. ടി വിശ്വനാഥൻ ചെയർമാനും ശശി വട്ടക്കോവൽ വൈസ് ചെയർമാനും കെ ശശീന്ദ്രൻ കൺവീനറുമായ കമ്മിറ്റിയാണ് ഭക്ഷണശാലയ്ക്ക് നേതൃത്വം നൽകിയത്. യാതൊരുവിധ പരാതികളുമില്ലാതെ 5 ദിവസങ്ങളിലും പായസമടക്കമുള്ള വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പാൻ സാധിച്ചതിലേറെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ശശീന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ വളരെ ആവേശകരമായ രീതിയിലാണ് നടന്നത്. കേരളത്തിലെ ഏറ്റവും സാംസ്കാരികമായി പുരോഗതി നേടിയ പയ്യന്നൂരിൽ കലോത്സവം നടക്കുമ്പോൾ അതിൻ്റെ എല്ലാ കമ്മിറ്റിയും ഏറ്റവും മികച്ചതാവണമെന്ന് ഇവിടുത്തെ സംഘാടകർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനനുസരിച്ച രൂപത്തിൽ തന്നെയാണ് ഈ കലോത്സവങ്ങൾ നടന്നു വരുന്നത്. ആ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏറ്റവും മികച്ച രൂപത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള പായസം നൽകുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ രുചിക്കൂട്ട് കേരളമാകെ പ്രസിദ്ധമാണ്. ധാരാളം പാചക വിദഗ്ധരുടെ ഉള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരിലെ പാചകരത്നം ശ്രീ KU ദാമോദര പൊതുവാളാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഓരോ ദിവസവും ശരാശരി 7000-നടുത്ത് കുട്ടികളും അധ്യാപകരും വിധികർത്താക്കളുമായി ഇവിടെ ഭക്ഷണം കഴിക്കുന്നു. നല്ല സഹകരണം എല്ലാ വിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇലയിൽ പോലും പാർസൽ അനുവദിക്കാതെ പാത്രങ്ങളിൽ മാത്രം പാർസൽ അനുവദിക്കുന്ന കൊടുക്കുമെന്ന ഒരു തീരുമാനമെടുത്തത്. മത്സരാർത്ഥികളും അധ്യാപകരും അതുപോലെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെ വളരെ മാതൃകാപരമായി ഈ തീരുമാനത്തെ നടപ്പിലാക്കുന്നതിൽ അങ്ങേറ്റം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതി, ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുള്ള ഒരു പുതിയ ചുവടുവയ്പ് ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ ആദ്യമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇത് ആവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഇവിടെ ഭക്ഷണത്തിനെത്തുന്ന ഒരാൾ പോലും ഭക്ഷണശാലയിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകുന്ന സാഹചര്യമുണ്ടായിട്ടില്ല. എല്ലാ ദിവസവും 11:30 മുതൽ 5 മണി വരെ ഭക്ഷണ വിതരണം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും രുചിയുള്ള ഭക്ഷണം വളരെ സമൃദ്ധിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി കഴിച്ചു പോകാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 750-ലധികം ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഭക്ഷണ വിതരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഭക്ഷണത്തിൻ്റെ വിതരണ ചുമതല മൊത്തമായും ഏറ്റെടുത്തിട്ടുള്ളത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTയുടെ അധ്യാപികമാരാണ്. 250-ലധികം അധ്യാപികമാർ രാവിലെ 8 മണി മുതൽ ഇപ്പോഴും അതിൻ്റെ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഈ പ്രവർത്തനം നാം കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പങ്ക് വഹിച്ചിട്ട് അതിൻ്റെ സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ ഈ കലോത്സവത്തിൽ നമുക്ക് ദൃശ്യമാകാൻ വേണ്ടി പോവുകയാണ്. കലോത്സവം അവസാനിക്കുമ്പോൾ പയ്യന്നൂരിൻ്റെ രുചി
നമ്മുടെ ജില്ലക്കകത്ത് എല്ലായിടത്തും അത് പയ്യന്നൂരിൻ്റെ ആതിഥ്യ മര്യാദയും അവരുടെ പെരുമാറ്റവും ഒക്കെ തന്നെ വലിയ ചർച്ചയാകത്തൊക്കെ രൂപത്തിൽ മാറുമെന്നതിൽ ഒരു സംശയമില്ല. ഭക്ഷണശാലയിലെ പയ്യന്നൂർ കൂട്ടായ്മ മറ്റെങ്ങും കാണാൻ കഴിയാത്തതാണെന്നും നഗരസഭാ ജനപ്രതിനിധികളും അധ്യാപകരും പൊതുപ്രവർത്തകരും അടക്കമുള്ളവരുടെ കൂട്ടായ്മയുടെ വിജയമാണിതെന്ന നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിതയും പ്രതികരിച്ചു. കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം കഴിഞ്ഞ 19-ാം തീയതി മുതൽ പയ്യന്നൂരിൽ നടന്നു വരികയാണ്. വളരെ സജീവമായി പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ആളുകളും സഹകരിച്ചുകൊണ്ട് ഈ കലോത്സവം വിജയകരമാക്കി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ കാണുകയാണ്. സംഘാടക സമിതി രൂപീകരണ യോഗം മുതൽ 16 സബ് കമ്മിറ്റികളായിട്ട് പ്രവർത്തിച്ചു വരുന്ന സബ് കമ്മിറ്റികൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലേക്ക് തന്നെയാണ് പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത്. ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിലുള്ള സംഘാടക സമിതി ഓരോ സമയത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതാത് സമയത്ത് ഇടപെട്ടുകൊണ്ട് ഒരു പരാതിക്കും ഇടവരാത്ത നിലയിലേക്ക് ഇതിൻ്റെ സംഘാടനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. ഇതിന് ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും പയ്യന്നൂരിൻ്റെ മുഴുവൻ ജനാവലിയെയും വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള മത്സരാർത്ഥികൾ, അധ്യാപകർ, കുടുംബാംഗങ്ങൾ എല്ലാവരും നല്ല നിലയിലേക്കുള്ള സഹകരണം ഈ സംഘാടക സമിതിയുമായി നൽകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് കൂടി വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു. കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി ബാഷ, ഡോക്ടർ പ്രസൻ പ്രദീപ്, ഡോക്ടർ ശ്രുതി, ഡോക്ടർ കിരൺ വിനായക് EK, ഡോക്ടർ PK മുരളി, ഡോക്ടർ ഹരി രാജേന്ദ്രൻ, ഡോക്ടർ PT പത്മനാഭൻ, ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ, ഡോക്ടർ നിമിഷ നാരായണൻ, ഡോക്ടർ അമൽ മുഹമ്മദ്, ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ, ഡോക്ടർ ഗുരുരാജ റാവു, ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ, ഡോക്ടർ ഹൈദർ, ഡോക്ടർ സന്മാൻ, ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത്, ഡോക്ടർ ലാലി DC തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ B ശിവപ്രസാദിന്റെ സേവനവും. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ.